നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തെത്ര സന്തോഷം. ഒന്നുമില്ല, എന്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റി? അല്ല, അത് എപ്പിസോഡിന്റെ തുടക്കമാണെങ്കിൽ ഇതിപ്പോ തീർന്നല്ലോ അതിന്റെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിലേക്ക് പോവാം. സലീൽ ദാ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ മെബുട്ടൻ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം മെബി. सागर ने डाल हो गया, सांझ का हम बारी हुआ, आज मैं बेहाल हो गया, ऐसा हारम तारी हुआ, सागर ने डाल हो गया. ഈ ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സലീൽദ തന്നെ എഴുതി ചിട്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രിയ പത്നി സബിത ചൗധരി പാടിയ ബംഗാളി ഗാനത്തിൽ നിന്നാണ് ഈ പാട്ടുകളുടെ ഒക്കെ പിറവി. 1978 മദനോത്സവം എന്ന ചലച്ചിത്രത്തിനു വേണ്ടി സലീൽ ചൗധരി ONV കൂട്ടുകെട്ടിൽ ദാസേട്ടൻ പാടി. ഇന്നും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഗരമേ ശാന്തമാകൂ എന്ന മനോഹര ഗാനമാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്റെ ഒപ്പം ഉണ്ടാകണം. പനിയൊക്കെ മാറിയാ? കുഴപ്പമില്ല അല്ലേ? എന്താ പനി വന്ന പെട്ടെന്ന് മഴയത്ത് ഇറങ്ങിയാ? ഇല്ലില്ല, അത് എന്തായിരുന്നൂടാ, പെട്ടെന്ന് തൊണ്ടവേന വന്നു, പിന്നെ ജലദോഷം പനി. ഓക്കെ, പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ശരത് സർ. മക്കളെ, എന്താ സാർ? ഉഗ്രം പാട്ടടാ. ഇതിന് പകരം ഒന്നും വേറെ പാട്ടൊന്നുമില്ല. സാഗരമേക്ക് വരെ ഒറ്റ പാട്ടേ ഉള്ളൂ, അത് ഇതാണ്. ഒരു അസാധ്യ കോമ്പസിഷൻ, പറയാതിരിക്കാൻ വയ്യ. ബ്യൂട്ടിഫുൾ. അതുപോലെ എന്തോ ഒരു സംഗതികളുടെ പ്രളയമാണിത്. സാഗരമയൊക്കെ ഒരാൾ പാടുകയാണെങ്കിൽ നമുക്കങ്ങ് സമ്മതിക്കാം, അങ്ങനെ ഒരു പാട്ടുകാരനാണ് കേട്ടോ. അതിപ്പോൾ മക്കള്, ഇപ്പം എനിക്കിപ്പോൾ സാഗരമേ ശാന്തമാക നീ സാന്ധ്യരാഗം എങ്ങനെയാ മോൻ പാടുന്നത്? അയ്യോ, ഒന്ന് ഇതോടെ പാടാമോ ചേർത്തൊന്ന്? സാഗരമേ മോനെ ഈ ശാന്ത, അത് ശാന്ത് കേൾക്കുന്നത് ശാന്ത ശാന്തമാ കുറച്ചും കൂടെ സമാധാനപ്പെടുക, ഒരു നീട്ടി പിടിക്കൽ. സാഗരമേ ശാന്ത 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 ശാന്തം മക്കളെ. ഓ, അത് ശരിയായിക്കണം പാടത്ത്. അവര് ഇടൻ നോട്ട് സാന്ധ്യരാഗം ചൈത്രദിനവധു മൂകമാ. അത് നീ എഴുതിയതാണോ? ONV സാർ എഴുതിയത് പോരാഞ്ഞിട്ടാണോ? ചൈത്രദിനവധു പോകയായി. ചൈത്രദിനവധു പോകയായി, ദൂരയാത്ര മൊഴിയുമാ. അതൊക്കെ മോനെ. അടുത്ത തനി നീ അത് പാടാമോ? അടുത്ത റിപ്പീറ്റില് ആരോ അത് അത്രയില്ല. ആ ബൃഹണ്ട്
അതിന്റെ ഇടയ്ക്കുള്ള Extra ഇല്ല, ഒരു സംഗതിയുണ്ട്. എക്സ്ട്രാ ഒരു സാധനം പാടുന്നുണ്ട്. ഇതൊക്കെ ഈ പാട്ടിന്റെ ഹൃദയം. ഈ പാട്ടിൽ ഒരു 10-12 ഹൃദയമുണ്ട്. അതെ. അപ്പൊ അത് മിനിമം അത് മക്കളെ നോക്കണം. അതുപോലെ മോനെ ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു കേണു, ഏതോ കിളിനാദം കേണു. അവർക്ക് നാദം അത് വേണ്ടാണ്. നാദം കേണു, ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു. നാദം കേണു. ഓക്കെ. അടുത്തത് ചൈത്രവിഭഞ്ജിക മൂകമായി എന്റെ മൗന സമാധിയായി, സമാധിയായി. അത്രയില്ലേ? എന്റെ മൗന സമാധിയായി. അതുണ്ടല്ലോ. അപ്പൊ മകൾ ഇതൊക്കെ നോക്കുക. നീ കവിത എഴുതുവോ? കവിതയോ? എഴുതി തുടങ്ങിക്കോ. നല്ല വാക്കുകൾ. നല്ല വാക്കുകൾ. എന്തായിരുന്നു യാത്രാമൊഴി? യാത്രാമൊഴി ചൈത്രദിന വധു മൂകമായി. എഴുതുന്നുണ്ട്. പക്ഷെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേതാണ് ലാസ്റ്റ് ഉള്ളത്. യാത്രാമൊഴിയല്ലേ? ദൂരെ യാത്രാ വിരുന്നുമായി. കവി. അല്ല, അത് എന്തെങ്കിലും പാടിയല്ലോ കുഞ്ഞ്, അത് കുഴപ്പമില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് മോനെ. അവിടെ നിന്ന് കിക്കി തന്നാനാന്ന് പാടിയില്ലല്ലോ. എന്തോ ഒരെണ്ണം ഐറ്റം വെച്ച് കാച്ചി പോട്ടെ, അത് കുഴപ്പമില്ല. ഒന്ന് വിരുന്ന് പോയി. ഇച്ചിരി വിരുന്നിന് പോയി പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ മക്കളെ ഈ നമ്മള് പാട്ട് കുറച്ചും കൂടെ ശരിയാക്കണം കേട്ടോ. ഇതേപോലെ ഉഗ്രം പാട്ട് എടുത്തോണ്ട് വന്നതിന് നിന്നെ കെട്ടിപ്പിടിച്ച് 100 ഉമ്മ. എന്താ സാർ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓൾഡ് മെലഡീസിലൊരു പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ഒരു പാട്ട് ഇതാണ്. ഞാനത് ബാക്കി പറയാം. അപ്പൊ അങ്ങനെ ഒരു പാട്ടാണിത്. എൻ്റെ ഒരു എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന ഒരു പാട്ടും കൂടിയാണ്. അത് ഞാൻ കേൾക്കുന്നതിന്റെ ഒറിജിനൽ അല്ല, ദാസ് സാറിന്റെ ഒരു ലൈവ് ഉണ്ട്. അത് നിങ്ങളൊക്കെ യൂട്യൂബിൽ ഇപ്പം പ്രേക്ഷകർക്കും കേൾക്കാം. അത് ലൈവ് ദാസ് സാർ എപ്പോഴോ പണ്ട് പാടിയൊരു ഇതുണ്ട്. വൈറ്റ് കോട്ടും വൈറ്റ് പാൻസൊക്കെ ഇട്ടിട്ട് ഒരു സൈഡ് വ്യൂവിലുള്ള. അത് എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അതിലുള്ള സംഗതികളാണ് എൻ്റെ മനസ്സിലുള്ള. അപ്പം ഞാൻ ചോദിക്കായിരുന്നു, ഈ സംഗതികളൊക്കെ അപ്പോൾ ഒറിജിനൽ ഇല്ലല്ലേ? അതിപ്പോൾ ദാസ് സാർ അത് ഒറിജിനൽ ലൈക്ക് പിന്നീട് ആ സ്റ്റേജിൽ പാടി പാടി ഓരോ ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻസ്. നിങ്ങൾ ഇംപ്രവൈസിങ് റൗണ്ട് ഇല്ലേ, ഇത് കേട്ടു നോക്ക്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം പാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ പല സംഗതികളും അതിലുണ്ട്. ഇപ്പം സാഗരമേ ശാന്ത, ശാന്തം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ലൈവില് കേൾക്കണം. ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ. കുറേ ഉണ്ട്. അതുപോലെ മോനൊരു ഇതിൽ പാടിയില്ലേ, തരൂരു ജന്മം കൂടി, അങ്ങനെയൊക്കെ ഉണ്ട്. ഇംപ്രവൈസ് തരൂരു ജന്മം കൂടി താരിരാര താരീ ഏതോ കിളിനാദം കേണു, ഏതോ കിളിനാദം കേണു. ഇത് ഭയങ്കര രസം അദ്ദേഹത്തിന്റെ ലൈവ് പെർഫോമൻസ് കാണാൻ. അത് കണ്ടായിരുന്നോ? ഒരു ഇത് കണ്ടായിരുന്നു വീഡിയോ യൂട്യൂബിൽ. അത് തന്നെ, ഒറ്റ വീഡിയോ ഉള്ളൂ അത്. അതൊക്കെ ഒന്ന് റെഫർ ചെയ്യണം, അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും അല്ല. 50 കൊല്ലം മുമ്പുള്ള സംഭവമായി പറയുന്നത് കേട്ടോ. ലൈവാണ്. അദ്ദേഹത്തിന്റെ പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഹരി ഒരു 10-35 പാട്ടൊക്കെ ഈ ഇരുമ്പ് കസേരയല്ലേ പണ്ട് മടക്കി വെക്കുന്നത്, അതിലിരുന്ന് മൈക്ക് വെച്ചിട്ട് ഇരുന്ന് ഒറ്റയടിക്ക് പാടിയിട്ടുണ്ട്. ഗാനമേളയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ചേറില് ഇരുന്നിട്ട് പിന്നെ സംഗതീസ് ഒക്കെ പറഞ്ഞു തന്നു. ഈ പറഞ്ഞ പോലെ അതൊക്കെ മെയിനായിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് വീഴേണ്ടതാടാ. അങ്ങനെ നമുക്ക് പാടാൻ പറ്റും അത് കേട്ട് കഴിഞ്ഞാൽ. അത് രജിസ്റ്റേർഡ് ആണ് എല്ലാവരുടെയും മനസ്സിലാ സംഗതി. അപ്പം മോൻ ചെറുതായിട്ട് തെറ്റിക്കുമ്പോൾ വരെ അയ്യോ എന്നുള്ളൊരു സാധനമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ മോൻ്റെ പ്രായത്തിന്
എന്താ പറയുക, ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു പാട്ടാണ്. അതാണ് വേറൊരു കാര്യം. കാരണം ഒരുപാട് സംഗതീസ് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ളൊരു പാട്ടാണ് കേട്ടോ. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു മോനെ. ഓവറോൾ നന്നായിട്ട് പാടി നീ, ഒരിക്കലും മോശം എന്നൊന്നും പറയുന്നില്ല. പിന്നെ കുറേ സംഗതീസ് ഉണ്ട് ഇതിൽ. നമ്മൾ ഫിനാലെ അടുത്തോണ്ടിരിക്കുന്നത് കൊണ്ട് അതൊക്കെ കുറച്ചും കൂടി ഇനി പിടിക്കും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക? ഇവർ എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കാര്യങ്ങൾ. എനിക്കും അങ്ങനെ ഈ വരി തെറ്റിയതാണ് ഒരു ഷാനിനെ ഇതായിട്ട് വേദനിപ്പിച്ചത്. വരി തെറ്റിയത്. അത് പ്രത്യേകിച്ച് ഈ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തുടക്കത്തിലാണ് ഉണ്ടാക്കിയെങ്കിൽ കുഴപ്പമില്ല. ഇത് അവസാനം എത്തുമ്പോഴാണ് ഇത്രയും സില്ലി പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നത്. പക്ഷെ ഇത് ഇപ്പൊ ഈ പാട്ട് കേൾക്കാത്തതായിട്ട് ആരുമില്ല. ഇനി ഇൻ കേസ് ആരും കേട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മുമ്പെപ്പോഴെങ്കിലും ആണ് കേട്ടതെങ്കിൽ ചിലപ്പോൾ ഈ വരി നീ മാറ്റി എഴുതിയത് ചിലപ്പോൾ പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് കൃത്യമായിട്ട് എൻ്റെ പൊന്നുമോൻ റെഡിയാക്കിയിട്ടുണ്ട് അവിടെ. ബാക്കി ഒന്നുമില്ല, എല്ലാം തന്നെ മായുന്നിതാ സെയിം ഒരു ജന്മം കൂടി. പിന്നെ ഇതിൻ്റെ ഓഫിൽ വരുന്ന ഏതോ കിളിനാദം കേണു, അത് എങ്ങനെയാണല്ലേ അത്രയും നേരം ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് വേറൊരു ലോകം കാണിച്ചു തരാണ് ആ പാട്ടിൻ്റെ ഇടയിൽ കൂടെ. എനിക്ക് ആ ഹാഫ് നോട്ട് കൂട്ടിയിട്ടൊന്ന് പാടിത്തരും അവിടെ, പല്ലവി മാത്രം. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നീതാ ചൈത്രദിനവധു മൂകമായി മൂകമായല്ല പോകയായി. മകളെ നീ എഴുതിയ തെറ്റാടാ. ഇത് ഇംപ്രവൈസേഷൻ റൗണ്ട് അല്ല. ഇപ്പം കുറെ കൂടെ ആ ആകാരം കേൾക്കുന്നുണ്ട്. മോൻ ആ മുകളിലുള്ള ഒന്ന് പാടാം. മുകളിലുള്ള ഒന്ന് പാടിക്കേ. അത് കിട്ടൊക്കെ ചെയ്യും ഓൾമോസ്റ്റ്. മോനൊരു എക്സ്ട്രാ പാടുന്ന കുരിപ്പും പിടില്ല. നീ എഴുതിയ പോലെ കുരിപ്പും കൊണ്ട് നടക്കാവും. പക്ഷെ ഈ പല്ലവി വരുന്നിടത്തൊക്കെ ഈ ആകാരത്തിന് പകരം കേട്ടോണ്ടിരിക്കണേ. സാഗരമേ ശാന്ത, ഇതാണ് കേൾക്കണേ, അതാണ് കേട്ടോണ്ടിരിക്കണേ. അപ്പൊ അത് ഈ ഒരൊറ്റൊരു സ്പോട്ടിന് വേണ്ടിയിട്ട് ഒരു പല്ലവി മുഴുവൻ നീ കോംപ്രമൈസ് ചെയ്യാന്ന് പറയുന്നത് അത് ഒരു സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻ അല്ല കേട്ടാ. മറ്റേത് കിട്ടുമെന്ന് വിചാരിക്കുക, എന്നിട്ട് അങ്ങ് പാടുക, അപ്പൊ കിട്ടും. ഈ ശ്രുതി മാറ്റുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ചുമയും പനിയായിരുന്നു. ഓ ആണോ? അതുകൊണ്ടാണ് കുറച്ച് ഭേദമായി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഓക്കെ ചെയ്ത്. ഓക്കെ ശരി. ഞാൻ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ അവരോട് പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കിയേ പറ്റൂ. കാരണം ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലയുടെ സ്റ്റേജിൽ വന്നിട്ട് സ്ക്രൂ അപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടാ. അന്ന് ഗ്രാൻഡ് ഫിനാലേക്ക് വന്നിട്ട് തൊണ്ടയടപ്പാണ്, മൂക്കടപ്പുണ്ട്, മറ്റേ സന്ധി വേദന എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സന്ധി, അതെ എനിക്കറിയാം. അവിടെ കയറി പിടിക്കുന്നു. ഞാൻ പിടിക്കത്തില്ല. അതിലും കയറി പിടിക്കുന്ന എനിക്കറിയാം. അപ്പം അത്രേ ഉള്ളൂ മോനെ. ബാക്കി മെബൂട്ടൻ്റെ ഒരു 100% കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെബൂട്ടൻ്റെ ഒരു 100% കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അല്ലെങ്കിൽ സാധാരണ ഇതൊക്കെ മെബൂട്ടൻ തകർക്കേണ്ട പാട്ടുകളാണ് ഇതൊക്കെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ശരത് സർ, എന്താ പാറു? മെബൂട്ടന്റെ മാർക്ക്. മക്കളെ ചക്കര പഞ്ചാരെ മുത്തേ എന്താ സാർ? പവിഴമേ, എന്തോ കക്കായിറച്ചിയോ, എല്ലാം അതിന്റെ കൂടെ കിടക്കട്ടെ വിചാരിച്ചു. മക്കളെ നിനക്ക് ഞാൻ 8.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക? എടാ ഞാനും 8.3. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ? ഹിഡൻ മാർക്സ്. ഓക്കെ, സോ ടോട്ടൽ 16.6. പോരാ, നമുക്ക് അടുത്തത് നന്നായി സ്കോർ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അടുത്തതായി ഇംപ്രവൈസേഷൻ റൗണ്ടിലേക്ക് പോവാണ്. പാടാൻ വരുന്നു നമ്മളുടെ പാർവണക്കുട്ടി. മഴ പാടും കുളിരായി വന്നതാരു ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ. പാർവണ, തൊണ്ടയടപ്പ് ചതിച്ചു അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ. എന്ത് പറ്റി? നല്ലൊന്നും കുഴപ്പമില്ല. ഇന്നലെ ഞാൻ പാട്ട് നന്നായി പാടി, കുഴപ്പമില്ല. പക്ഷെ ഇന്ന് രാവിലെ എത്തിയപ്പോ ഈ മഴപാടിന്റെ ഫസ്റ്റ് ലൈൻ പോലും കിട്ടുന്നുണ്ടായില്ല. പക്ഷെ കോറസ് ഒരു ദൈവിക കോറസ്. കോറസ് ഇവിടെ ആരുമില്ല. എവിടുന്ന
നോക്കുമ്പോ അല്ല അവര് കറക്റ്റ് താളത്തിന് പാടുന്നുണ്ട്, ഇവള് കറക്റ്റ് ആയിട്ട് ഔട്ടറായിട്ട് പാടുന്നുണ്ട്. സൂപ്പർ. ശ്രീതേട്ടാ, പച്ചേട്ടാ. ഓക്കെ, ഹരിച്ചേട്ടാ. എന്ത് പറയുന്നു? ഇവിടെ എന്റെ പറഞ്ഞോ, അടുത്ത് ഇന്ന് എന്താ പറഞ്ഞിരുന്നു കേട്ടോ ഹരിച്ചേട്ടാ. എന്ത് പറ്റി? ഇന്നലെ ഇന്ന് ഞാനൊരു തൊണ്ടയടപ്പാണ്, പണി പാളും ചേച്ചി. ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് അങ്ങനെ പറഞ്ഞോണ്ടിരുന്ന എന്തായാലും പാളും. ഇല്ലല്ല അങ്ങനെയല്ല പറഞ്ഞേ, ഞാൻ തൊണ്ടയടപ്പുണ്ട്. രാവിലെ എത്തിയപ്പോ മഴ പാടും ഇതുപോലും കിട്ടുന്നുണ്ടായില്ല. വൈ, എന്താണ് കാര്യം? അറിയൂല, ഞാൻ ഓവർ സ്ട്രെയിനും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല ഞാൻ. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള മഴ പുറത്ത് പാടുന്നുണ്ടായിരുന്നു മോളെ, അതുകൊണ്ടായിരിക്കും. വലിയ മഴയല്ലേ മൈക്ക് അടുപ്പിച്ച് വെക്കണേ. ഇന്നലെ രാത്രി ഒന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പെർഫെക്റ്റ് ആയത്. രാവിലെ എണീറ്റപ്പോഴത്തേക്കും വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല. വെള്ളം കുടിക്കുന്നുണ്ടോ? വെള്ളമൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്ത് തോന്നും മോളെ? സ്വന്തമായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? വാട്ട് ഡു യു ഫീൽ? പഠിച്ച പോലെ ഒന്നും പാടാൻ പറ്റിയില്ല. ബ്രത്തിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലേ? അത് ഇതുകൂടി വന്നപ്പോഴത്തേക്കും ഹൈ കിട്ടുന്നില്ല. അപ്പൊ ഇനിയിപ്പം നമുക്ക് ഇത് ഹെൽത്തും ഈ പെർഫോമൻസും ഇനി ഒരുമിച്ചേ കാണാൻ പറ്റൂ. ഹെൽത്ത് അയ്യോ അങ്ങനെയാണല്ലോ ഇത് ഇനി, കാരണം എല്ലാവർക്കും വയ്യായ്മ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊരു ഫാക്ടർ ആണെങ്കിൽ നമുക്ക് അതും മാർക്കിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പൊ ഹെൽത്ത് ഓക്കെ എന്ന് വെച്ച് നമുക്ക് മാർക്ക് കൂടുതൽ ഇടാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങള് ശ്രദ്ധിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ ഈ ഒരു മൊമെന്റിൽ. അതായത് ഫസ്റ്റ് തുടങ്ങിയപ്പോഴൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. അതായത് അവർ കോറസ് പാടി, ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ചെറുതായിട്ട് ടെമ്പോ പോകുന്നുണ്ട്. ദൂരെ ദൂരെ വിണ്ണിലേ അത് നിങ്ങളെല്ലാരും ഒരുമിച്ച് പോരുന്ന രസമായിരുന്നു. അവര് അടിപൊളിയായിട്ട് പാടി, അവർക്കൊരു കയ്യടി, അവര് തകർത്തു. സ്പെഷ്യൽ പ്രശംസ നിങ്ങൾക്ക്. സന്തോഷം നോക്കിയേ മുഖത്ത്. അപ്പൊ അവിടം തൊട്ട് തുടങ്ങിയതാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ ഒരു വലിയ പ്രശ്നത്തിലോട്ട് പോയി നമ്മൾ ആ ഒരു തമ്മിൽ കാത്തിരുന്നു, അത് തൊട്ട് അങ്ങോട്ട് പ്രശ്നമായി. അതൊന്ന് പാടാവോ? ട്രൈ ചെയ്യാൻ പറ്റുമോ? അതോ യു ആർ നോട്ട് ഓക്കെ? തഞ്ചി തഞ്ചി കൂടെ വന്നു ആലിലത്തെന്നലായി തമ്മിൽ തമ്മിൽ. അടഞ്ഞു, ശബ്ദം അടഞ്ഞു, അടപ്പുണ്ട് നല്ല. അപ്പം പിന്നെ മോളെ വെറുതെ സ്ട്രെയിൻ ചെയ്യണ്ട. ആലാപ്പിലുള്ളൊരു സരിത മകരെ എന്നൊരു സാധനല്ലേ, അതൊക്കെ നോട്ട്സ് പോയി. മനസ്സിലായല്ലോ? അത് മുഖത്തുണ്ടായിരുന്നു, മനസ്സിലായി. പിന്നെ സെക്കൻഡ് ആലാപും സ്ലിപ്പായി. ഞാൻ പാടിക്കുന്നില്ല, വെറുതെ മുഖം വയ്യാത്തോണ്ട് ഇനി ഇരുത്തും പാടിക്കുന്നില്ല, അവിടെയും സ്ലിപ്പ് വന്നു. പിന്നെ പൗർണമിയായി, സെക്കൻഡ് സ്റ്റാൻഡ്സ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി, ലൈക്ക് ബ്രത്തിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പൊ നിങ്ങൾ ഹെൽത്ത് സൂക്ഷിക്കുക. ഇതൊക്കെ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ശബ്ദവും നമ്മുടെ എല്ലാം കയ്യിൽ വേണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ വരുള്ളൂ, പുറത്തോട്ടും വരുള്ളൂ കേട്ടോ. ഈ ഒരുപാട് കോൺഷ്യസും ആവണ്ട, ശബ്ദം ശരിയാവോ അതൊക്കെ പ്രശ്നമാണ്. നമ്മൾ അതിന്റെ പാട്ടിന് വിടുക. കോൺഫിഡൻസോടെ തന്നെ കേറിയേ. അതാ രാവിലെ മഴപാടൊന്നും കിട്ടിയില്ല. ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴൊന്ന് ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. ഇപ്പൊ ഇവിടെ ചിലപ്പം ഡസ്റ്റ് കാണാം, മാസ്ക് വെച്ചിരിക്കണം. താഴെ പോകുമ്പോഴത്തേക്കും നമ്മൾ പോകുന്ന സ്ഥലത്ത് ഡസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഒരുപാട് സംസാരിക്കരുത്, എന്നാൽ സംസാരിക്കുകയും വേണം. ഒരുപാട് സംസാരിക്കാതിരുന്നാലും അടഞ്ഞു. വെള്ളം ഹൈഡ്രേറ്റ് ചെയ്യുക, ഇത് നമ്മളൊരു ശ്രദ്ധ വേണം. പക്ഷെ എന്ന് വെച്ച് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നാളെ എൻ്റെ ശബ്ദം ശരിയാവൂ എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതിനെ അതിന്റെ വഴിക്ക് വിടുക, അതിനെ കെയർ ചെയ്യുക. ബാക്കി മോളെ അത് ഈ പറഞ്ഞ പോലെ ഹെൽത്തിന്റെ പ്രശ്നങ്ങളല്ല, അല്ലെങ്കിൽ പാർവണ ഇങ്ങനെ അല്ല പെർഫോം ചെയ്യുന്നത്. യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റൻസ് ഇൻ സൂപ്പർ സ്റ്റാർ. ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. എല്ലാ കൈൻഡ് ഓഫ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്വിച്ച് ചെയ്തൊക്കെ മേളത്തെ പരിപാടി ഭയങ്കര രസമായിട്ട് പാടി വരുമായിരുന്നു. അവിടെയൊക്കെ പെട്ടെന്ന് അവിടെ വന്നപ്പം അങ്ങനെയൊക്കെ ഉള്ള, പക്ഷെ നല്ല രസമുള്ള പല ഏരിയാസും ഉണ്ടായിരുന്നു ഇന്ന് പാടിയല്ലോ കേട്ടോ. സോ ബാക്കി ചേട്ടന്മാര് പറയും. ഇംപ്രവൈസ് ചെയ്തത് നന്നായിരുന്നു അല്ലേ? ഇംപ്രവൈസിങ് വാസ് ഗുഡ്. ലൈക്ക് ഇതൊരു പറ്റുന്ന പാട്ടാണ്, ഇംപ്രവൈസിങ്ങിനൊക്കെ ചേരുന്നൊരു പാട്ട്. ഇപ്പൊ പിച്ച വെച്ച നാൾ മുതലൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്നൊരു പാട്ടാ. പെട്ടെന്ന് ഇത് കേട്ടപ്പോ എനിക്കത് ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് ലേറ്റസ്റ്റ് ഹിറ്റ്സ് ഉണ്ടായിരിക്കുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ഇത് അത്ര ലേറ്റസ്റ്റ് അല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. റൗണ്ട് ഇതിൽ എഴുതിയിട്ടില്ല പേപ്പറിൽ. റൗണ്ട് ഇതിൽ എഴുതിയിട്ടില്ല കുട്ടി. എന്ത് കുട്ടി? എഴുതാറില്ല സാറിന് എഴുതാറില്ലേ? സാധാരണ എഴുതാറില്ല. കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണ എഴുതാറില്ല എന്ന് മാത്രമല്ല, എഴുതിയതൊക്കെ ഞാൻ മാറ്റാറുമുണ്ടെന്ന്. പുഞ്ചിരിയായി, അത് പൗർണമിയായി. അതിന്റെ കുറെ സ്ഥലത്ത് ഇവളോ ഇവനോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നുണ്ട് അല്ലേ? അല്ല കുറെ സ്ഥലത്ത് അങ്ങനെ സ്വിച്ച് ചെയ്യുന്നതാണേത്. ഓക്കെ,
കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ കാരണം ഇവനോന്ന് എഴുതിയെടുത്തൊക്കെ മോള് ഇവളോന്നാ പാടണേ. അതല്ലെങ്കിൽ ഒരുമിച്ച് ഒരുപോലെ എഴുതി വെക്കണം പാടുന്നതും ഇതും. അതുകൊണ്ടാണ് ഞാൻ പാടിയതാണോ ചോദിച്ചത്. ശരി? അല്ല, എന്നോട് പാടിത്തെറ്റി പോയതാ. പാടിത്തെറ്റിപ്പോയത്. ഓക്കെ, ഇന്ന് മൊത്തം ഇന്ന് ആ ഒരു 5 മിനിറ്റ് നമ്മൾ അത്ര ഫേവർ ചെയ്തില്ല എന്ന് അങ്ങ് വിചാരിച്ചാൽ മതി പറയണ. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ എപ്പോഴും പറയുന്ന പോലെ ഹെൽത്ത് കെയർ ചെയ്യാം നമുക്ക് ആർക്കും ആക്ച്വലി സ്പീക്കിംഗ് വയ്യ. പക്ഷെ നമ്മുടെ ജോലി ഇവിടെ പാട്ട് പാടുക എന്നുള്ളതല്ല, ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളാണ് എക്സ്ട്രാ കെയർ ചെയ്യേണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം ഹരി, അതുപോലെ നമ്മളിപ്പം മിഥുൻ, അതുപോലെ എൻ്റെ കൂടെ വന്ന സിംഗേഴ്സ്, ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ടൂറിങ്ങിൽ വന്നു വീണ ഒരാളാണ് ഞാൻ. ഇവർ വർഷങ്ങളായിട്ട് ഇതുപോലെ ടൂറിങ് ഷോസ് ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന കാണണം. ഇപ്പോഴും ഭയങ്കര അത്ഭുതമാണ്. ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമല്ല, ഇവർ റിസർച്ച് ചെയ്യും എന്താണ് തൊണ്ടക്ക് നല്ലത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ സമയത്ത് മിഥുന്റെ കയ്യിൽ ഒരു ചെറിയൊരു സാധനം ഓർമ്മയില്ലടാ, ഒരു പൈപ്പ്. അത് വായിൽ വെച്ചിട്ട് അത് എത്ര ഉറക്കെ നമ്മൾ പാടിയാലും അത് പുറത്തേക്ക് വരില്ല. മീൻസ് വോയിസിന് നല്ലതാ. നമ്മളിപ്പോ ഒരു റൂമിൽ അടച്ചിരുന്നിട്ട് നമ്മൾ എന്ന് പറഞ്ഞ് പാടുമ്പോൾ അത് തൊട്ടപ്പുറത്ത് റൂമിലുള്ള ആൾക്ക് ഡിസ്റ്റർബൻസ് ആവുമെങ്കിൽ അത് കംപ്ലീറ്റ് ഫിൽട്ടർ ചെയ്യും. അങ്ങനെ ഒരു സംഭവം മിഥുൻ കംപ്ലീറ്റ് ഇതും വെച്ചിട്ട് എനിക്ക് എന്നെ പഠിപ്പിച്ചു തന്നു. മിഥുൻ പറഞ്ഞ ബ്രോ ഇത് മേടിക്കേ, ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തത്. പിന്നെ അതുപോലെ ത്രോട്ടിന് അടിക്കുന്ന ഒരു സ്പ്രേ, അടിപൊളി. അതൊരു ഹണി ആൻഡ് ഒരു രണ്ടിന്റെ മിക്സ്. ഹണി നല്ലതാണ് നമ്മുടെ ശബ്ദത്തിന്, തേൻ അതിന്റെയും. പിന്നെ ഒരു അപ്പൊ കുറെ സിംഗേഴ്സ്, ഇന്റർനാഷണൽ സിംഗേഴ്സ് ഒക്കെ ഇത് യൂസ് ചെയ്ത് അവരുടെ വീഡിയോസും ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു പോകും. അപ്പൊ ഇതൊക്കെ ചുമ്മാ അന്വേഷിക്കണം, അതെ, റിസർച്ച് ചെയ്യണം. പിന്നെ ഒരു വലിയൊരു കാര്യമാണ് മോളെ പറഞ്ഞത്. കാരണം പാർവണ ലൈവ് ആണെന്ന് വിചാരിക്കുക, നാളെ ഷോ. മോളെ കാണാൻ കുറെ പേര് ടിക്കറ്റ് എടുത്തിരിക്കുക. നമ്മൾ പോയേ പറ്റൂ. ഞാനും നമ്മളെല്ലാരും കണ്ടസ്റ്റൻസ്, സതീഷ് ഏട്ടൻ എല്ലാരും റെഡി ആയിട്ടിരിക്കുക. ഇപ്പൊ പാർവണ തലേന്ന് എന്തോ ചെറിയ ഇങ്ങനെ തോട്ട് വന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് ശരിയാക്കി കേറും. കാരണം ചെയ്തേ പറ്റൂ, നമുക്ക് ചോയ്സ് ഇല്ല. അവിടെ വരുന്നവർക്ക് ആർക്കും നമ്മുടെ പ്രശ്നങ്ങളോ നമ്മുടെ ബുദ്ധിമുട്ടുകളോ തലേന്ന് ഉറങ്ങിയില്ലെന്നോ അല്ലെങ്കിൽ ഇവിടെ പൊടിയായിരുന്നു അവർക്ക് ഒരു വിഷയമല്ല. വരുന്നവർക്ക് പാട്ട് നല്ല വൃത്തിക്ക് കേൾക്കുക, നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള. അപ്പം ഇതൊക്കെ ഈ എക്സ്ക്യൂസ്, ഹെൽത്ത് ഇഷ്യൂ അതൊന്നും ആർക്കും അറിയണ്ട. ഇപ്പൊ കാണുന്നവരോ പാർവണയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി ഇന്ന് പാർവണ പാടുന്നുണ്ട് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഇന്ന് എനിക്ക് വയ്യ സാർ എന്ന് പറയുമ്പോൾ അയ്യോ, അവരങ്ങനെയല്ല വിചാരിക്കുന്നത്, ഈ കൊച്ചിനൊന്ന് ശ്രദ്ധിച്ചൊക്കെ വന്നൂടെ എന്നേ വിചാരിക്കുള്ളൂ കേട്ടാ. അപ്പൊ അത് ഷാനിക്ക പറഞ്ഞതൊരു വലിയ പോയിന്റ് ആണ്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് കെയർ ചെയ്യണം കേട്ടോ മോളെ. സിംഗിങ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക, ത്രോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക്. പിന്നെ കുറച്ച് പേരുകൾ എനിക്കിവിടെ പറയണം. കാരണം ഈ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ, ദൂരെ ദൂരെ വെണ്ണിലെ മണിത്താരകം താഴെ വന്നു, മെല്ലെ മെല്ലെ നെഞ്ചിലെ മായച്ചാമരം വീശിയെന്നോ, ഇത് പാടിയിരിക്കുന്നത് നിരഞ്ജ് സുരേഷ് എന്ന് പറഞ്ഞ സിംഗറാണ്. നമ്മുടെ സ്വന്തം നിരഞ്ജ് എനിക്ക് വേണ്ടി ഗോദയില് ഇന്നലകളിൽ അത് പാടിയത് നിരഞ്ജാണ്. അത് കൂടാതെ പൂമുത്തോളയുടെ 2 വേർഷൻസ് ഉണ്ട്. ഒന്ന് വിജയ് പാടിയതും ഒന്ന് നിരഞ്ജ് പാടിയതും. ബ്യൂട്ടിഫുൾ ആണ് നിരഞ്ജിന്റെ വേർഷൻ. വിജയുടെയും അടിപൊളിയാണ്, നിരഞ്ജിന്റെ വേറൊരു ഫീലാണ്. അപ്പൊ അതുപോലെ നമ്മുടെ കൂടെ ഈ ടൂറിംഗിൽ ഉണ്ടായിരുന്നു പവർ ഹൗസ് ആണ്. എല്ലാരും പവർ ഹൗസുകളൊക്കെ തന്നെയാണ്. നമ്മുടെ റെബൽ സ്റ്റാർ ആണ്. ഒന്ന് വരെ രണ്ടാമത്തിന് എന്തടാ ഭയങ്കര രസമാണ് നിരഞ്ജിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അരവിന്ദ് വേണുഗോപാൽ, അത് മറ്റൊരു ചക്കര. നമ്മുടെ കൂടെ ഉയരെ ഷോക്ക് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കുഞ്ഞൽ തോല് പാടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം റിലീസായ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിലും പാടിയിട്ടുണ്ട്. പിന്നെ അപർണ ബാലമുരളി. അപ്പു ഫസ്റ്റ് പാടുന്നത് എനിക്ക് വേണ്ടിട്ടാ, മറ്റേ തെന്നൽ നിലാവിന്റെ അത് ഫസ്റ്റ് പാടുന്നത്. അത് രസമാണ്, കാരണം സ്ക്രീനില് വിനീതും അപ്പുണ്ട്, പാടുന്നത് വിനീതും അപ്പും. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര രസകരമായ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഈ പാട്ടിൻ്റെത്, ഇതിന്റെ ഡയറക്ടർ തന്നെയാണ് ഇതിന്റെ ലിറിക്ക് എഴുതിയിരിക്കുന്നത്. ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതുപോലെ ദീപകേട്ടന്റെ മ്യൂസിക്. സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ ആസിഫിന്റെ പടം, കിടിലം പടം. അപ്പം മോളെ ആ ഹോ ഒക്കെ കുറച്ച് അവിടെ ഇവിടേക്ക് ഒന്ന് വഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവളോ ഇവനോ മാറിയതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ മറ്റേ ആ ഹമ്മിങ് അത് കഴിഞ്ഞിട്ട് വരുന്നത് പുഞ്ചിരിയായി, പൗർണമിയായി, തണലായി, ഇനിയാരോ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെ. സാധാരണ രീതിയിൽ പാർവണയിൽ കണ്ടുവരാത്ത പ്രശ്നങ്ങൾ ഇന്ന് കണ്ടതിന്റെ ചെറിയൊരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. അതെ, വോയിസ് ഇന്ന് അത്ര കൂടെ നിന്നില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി കേട്ടോ.
അതുകൊണ്ട് ടേക്ക് കെയർ rest. ആൻഡ് റെസ്റ്റ് ആണ് ഇതിന് ഏറ്റവും ആവശ്യമുള്ള സംഭവം കേട്ടോ. ഓക്കെ, ശരത് സാർ. ഇതൊക്കെ നല്ല രസമുള്ള ഒരു പാട്ട് മോളെടുത്തോണ്ട് വന്ന് നീ സാധാരണ ഇങ്ങനെ അല്ലല്ലോ പാടാറ്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ ഇപ്പം ഒരു ഹെൽത്ത് വയ്യാത്തൊരു സ്ഥിതിയിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതും തെറ്റാണ്. പക്ഷേ ഇതൊരു കോമ്പറ്റീഷനാണ്. ഇത് കല്യാണ നിശ്ചയമോ അല്ല സേവ് ദ ഡേറ്റിൽ ഒരു പാട്ടോ അല്ല. അപ്പം അത് മോള് ഇവിടെ നിർത്തിയായിട്ട് പാടിയാലേ പറ്റത്തുള്ളൂ. മാർക്ക് വേണ്ടേ വേണ്ടേ നിനക്ക്? അപ്പോൾ അങ്ങനെ ഇങ്ങനെ പാടിയാൽ എങ്ങനെയാണ് മക്കളെ? മോക്ക് പറ്റുമെങ്കിൽ ആ ഓ ഒന്ന് പാടാമോ? ഒന്ന് ശരിയാക്കാം. ഹോ 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 അതുപോലെ മോളെ അത് പിന്നെ കഴിഞ്ഞിട്ടൊക്കെ പ്രോബ്ലം ആയിരുന്നു നിനക്ക്. ആ തഞ്ചിയുടെ സെക്കൻഡ് ഹാഫും പിന്നെ വന്ന ആയും 2 ആയും വാ അത് മോക്ക് വയ്യാത്തോണ്ടാ. കുഴപ്പമില്ല, പൊക്കോട്ടെ. നമുക്കതൊരു നീർപ്പളുങ്കായി അതൊക്കെ ഒരു ക്ലാരിറ്റി വേണം മോളെ. ഇതിന്റെ കൂടെ ഒരു വാക്ക് പുഞ്ചിരിയായി. അസാധ്യം. എങ്ങനെ പറ്റി? മോൾ എഴുതുവോ? ഇല്ല. തല കുലിക്കാ തോന്നിയ കവിതയൊക്കെ എഴുതാറുണ്ടോ? ഇല്ല. അതിന്റെ മേലൊരു പൗർണമിയായി ഉണ്ടോ ഈ പാട്ടിൽ എവിടെയെങ്കിലും? ഫിലിമേക്ക് അവതാരമുണ്ടെന്ന് ഇപ്പൊ എല്ലാരും തനിയെ വരികളൊക്കെ എഴുതുന്നുണ്ടോ? നല്ലതാ. വന്നപ്പോ വെച്ചൊരു കാറ്റ് മായാത്ത പൗർണമിയോ. ഇന്ന് രേണുക കേട്ട പോലെ പാർവണ. രേണുക പാർവണ. മക്കളെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കുഴപ്പങ്ങൾ. പിന്നെ അവര് സെക്കൻഡ് ഹാഫ് മോക്ക് അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു സത്യാവസ്ഥയാണ്. കാര്യം ഇംപ്രവൈസേഷൻ ഇതല്ലേ. അപ്പൊ അതിൽ വന്നിട്ട് മക്കൾക്ക് അത് പാടാൻ പറ്റി കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ആ റൗണ്ട് കൊണ്ട് തന്നെ ഒരു പ്രയോജനമില്ല. പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അടുത്തതിൽ വെച്ച് പിടിക്കാം കേട്ടോ മോളെ. അത് ഏതൊരു ഇഷ്യൂ ആക്കണം. പക്ഷെ ഇനിയും ശബ്ദം അടപ്പിക്കാതെ നോക്കുക നീ. അത് എനിക്ക് പറയാനില്ല. മാക്സിമം റെസ്റ്റ് എടുക്കുക. നമ്മൾ ഒരു ചെറിയ ചൂടുവെള്ളം കുടിക്കുക. കുറേ ചൂടുവെള്ളം കുടിച്ചാൽ പൊള്ളിപ്പോകും മോളെ. കുറച്ച് നമുക്ക് പറ്റുന്ന വിധത്തിൽ മാക്സിമം സംസാരം കുറയ്ക്കുക. കുറച്ചൊക്കെ മതി സംസാരം. എൻ്റെ ഫുൾ അടഞ്ഞു പോകും മോളെ. കുറച്ച് അമ്മേ ചായ തരുമോ എന്നൊക്കെ ചോദിക്കുക. അത്രയും മതി, വേറൊന്നും വേണ്ട. ഹെടി നീ എവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഉടനെ അടയ്ക്കും. ചെയ്യരുത് കേട്ടോ. കൂളായിട്ടിരിക്കുക മോളെ. എന്തൊക്കെ ഒരു ഉഗ്രം പാട്ടുകാരി, അതിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല മോളെ. അപ്പം നീ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോട്ടെ. പിന്നെ എനിക്കതല്ലേ പണി മോളെ. ഡി ഇങ്ങനെ കരഞ്ഞാ അനുഭവമാണ്. പാറു അവിടെ അടുത്തൊന്ന് പറഞ്ഞു ഇനി കരഞ്ഞ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് മാർക്ക് കുറയ്ക്കും. ഉള്ള സത്യമായിട്ട് എന്റെ അമ്മ സത്യം പറയാണ്, കുഞ്ഞെ ഈ കരച്ചിൽ നിർത്തിയാൽ നിനക്ക് കൊള്ളാം. നേരെ നിൽക്കും. ചെറിയ കാര്യം. ഇതിനകത്ത് ഇപ്പൊ ജീവിതം അവസാനിച്ച മോളെ. എന്തിനാ കരയുന്നേ? ആരെങ്കിലും ആയുസ് കൊണ്ടുപോയോ? ഇല്ല അച്ഛനമ്മയൊക്കെ നാട് വിട്ടോ? ഒന്നുമില്ലല്ലോ. അവരൊക്കെ ഇവിടെ ചക്കക്കുരു പോലെ നടക്കുന്നില്ലേ? പിന്നെ എന്തിനാ കരയുന്നേ? നമ്മുടെയൊക്കെ വയ്യാതായി പാടാൻ പറ്റില്ല. അതിന് നീ എന്തിനാ കരയുന്നത്? ഇപ്പൊ ഞങ്ങള് പറഞ്ഞിട്ടാണോ? അപ്പൊ കരച്ചിൽ നിർത്ത് മോളെ. കരയല്ലേ? നിർത്ത്, കരച്ചിൽ നിർത്ത്. ദൈവത്തിനാണ് സത്യം മാർക്ക് കാര്യത്തില്ല മോളെ. ഈ കരച്ചിലും തൊണ്ടക്ക് മോശമാണ് കേട്ടോ. ഭയങ്കര മോശം. അത് ശബ്ദം ഇല്ലാതെ കരയുന്ന വലിയ മോശമാണ്. ഇങ്ങനത്തെ അതെ. അടുത്ത റൗണ്ട് നമ്മൾ പൊളിക്കും അല്ലേ? എല്ലാ റൗണ്ടും അവള് പൊളിക്കും. ഇനിയിപ്പോ ഏതൊക്കെ റൗണ്ടുകളാ പറയണ ബാക്കി? കവിത, ഏതെങ്കിലും റൗണ്ട് പിന്നെ ലേറ്റ് അല്ല അത് കഴിഞ്ഞു. പിന്നെ ഏതാ മോളെ പാടുന്നേ? ഓളങ്ങളെ ഓടങ്ങളെ. ഉഗ്രം പാട്ട്. നീർമാതളപ്പൂവിനുള്ളിൽ. ആയിക്കോട്ടെ, സൂപ്പർ. അത് ഞങ്ങൾ ഇപ്പോഴേ ഞങ്ങളുടെ വിഷസ് അറിയിക്കുന്നു മക്കൾക്ക്. നിങ്ങൾ എൻജോയ് ചെയ്യും. മാക്സിമം റെസ്റ്റ് എടുക്കാം കേട്ടോ. റെസ്റ്റ് എടുക്കും മോളെ, അതങ്ങ് പോകും കേട്ടാ. കണ്ണോടുക്ക്. നമുക്ക് മാർക്ക് ചോദിക്കാം. ശരത് സാർ മോളെ, ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നിനക്ക് 8.2 മാർക്സ്. താങ്ക് യു ശരത് സാർ. ഷാനിക്ക പറഞ്ഞ 8.1. താങ്ക് യു ഷാനിക്ക. ഹരിച്ചിട്ടോ. ഓക്കെ, സോ ടോട്ടൽ 16.3. കുഴപ്പമില്ലടാ, നമുക്ക് ഇനി 2 റൗണ്ട് ബാക്കിയുണ്ട്. തിരിച്ചു പിടിക്കും അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ?
ഒന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. രണ്ടാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. മൂന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. നാലാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് അഞ്ചാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഹരിച്ചേട്ടാ, അടുത്തതായി ഫിലിമി കവിത റൗണ്ട്. കവിത കേൾക്കാം. ഓക്കെ, പാടാൻ വരുന്നു നമ്മളുടെ എനർജറ്റിക് ധ്രുവമോൾ. പാവ എനർജറ്റിക് ധ്രുവമോളെ കവിത എന്റെ മുഖത്ത് തന്നെ ഉണ്ട്. ഹരിച്ചേട്ടാ, അടുത്തതായി ഒരു സിനിമയിലെ കവിത പാടാൻ വരുന്നത് നമ്മുടെ എനർജറ്റിക് ആയ പാവം ധ്രുവ. ഓക്കെ, വിളിക്കട്ടെ. So let's welcome ധ്രുവ. അമ്മേ നിളേ നിനക്കെന്തു പറ്റി, മനസ്സിന്റെ ജാലക കാഴ്ചകൾ വറ്റി, കണ്ണുനീർ വറ്റി, പൊള്ളുന്ന നെറ്റിമേൽ കാലം തൊടിച്ചതാം ചന്ദനപ്പൊട്ടിന്റെ ഈർപ്പവും പറ്റി. ധ്രുവ, എന്തോ ഒരു സിനിമയിലെ കവിതകളാണെങ്കിലും ഒരു കവിത പാടാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായി? നല്ലതായിരുന്നു. പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. എത്ര ദിവസം എടുത്തു? 2 ദിവസം 3 ദിവസം ഒക്കെ എടുത്തിട്ടുണ്ടാവും. 2-3 ദിവസം എടുത്തു. 2-3 ദിവസം എടുത്തു. ഓക്കെ, ശരത് സർ. മക്കളെ, എന്തോ ഇതിന്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞ കേക്കട്ടെ. ഇത് മ്യൂസിക് ചെയ്തത് MG രാധാകൃഷ്ണൻ സാറാണ്. പാടിയത് യേശുദാസ് സാറ്. പിന്നെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി സാർ. ആഹാ, ഏതാ ഫിലിം? നരസിംഹം. ഇയർ 2000. എന്താണ്? 2000 ഇറങ്ങി. ഓ അയ്യോ, ഞാൻ പേടിച്ച്. 2000 അന്ന് തമിഴ് ചോദിച്ച പോലെ ഇരുന്നു. മക്കളെ, എല്ലാം നന്നായിരുന്നു. അപ്പൊ എനിക്കുള്ള സംശയം എന്ന് പറഞ്ഞാല്, ഓർക്കുന്നു ഞാൻ ഓർക്കുന്നു, ഇപ്പഴാ ഓർക്കുന്നു മോള് പാടിയത് കേട്ടോ. അതൊന്ന് പാടാമോ? ഓർക്കുന്നു ഞാൻ നിന്റെ നവയൗവനം, പൂത്ത പാരിജാതം പോലെ ഋതുശോഭയാർന്നതും. ബ്രത്തെടുത്തില്ല. മൊത്തത്തില് അല്ല, ബ്രത്ത് എടുത്തില്ല. മക്കളെ, ബ്രത്തടില്ലെങ്കിൽ ഭയങ്കര കേടാ ശരീരത്തിന്. ഓർക്കുന്നു ഞാൻ നിന്റെ നവയൗവനം, പൂത്ത പാരിജാതം പോലെ ഋതുശോഭയാർന്നതും. താനിനേ തീനേ ഇല്ലടാ മോളെ, ആധാരം ഇല്ല. സരിമ പദസ ഉള്ളൂ. നീനേ ആ മോള് ഇത് മുമ്പത്തെ ലൈൻ പാടിയപ്പോഴും ഗാന്ധാരം വെച്ചാ നീ പാടിയ കാര്യം. അതിന്റെ മുമ്പിൽ ഗാന്ധാരം ഉണ്ട്. അപ്പൊ അടുത്തത് പാടിയപ്പോ ആ ഗാന്ധാരം കൊണ്ട് അങ്ങ് നടക്കുമായിരുന്നു കുഞ്ഞ്. അതവിടെ കളഞ്ഞേക്കണം. പിന്നെ അടുത്ത സ്വരത്തിൽ കയറി പിടിച്ചോണം. ഗാന്ധാരത്തിന് വരെ മധ്യമം തന്നില്ലേ ഞങ്ങള്. പോരെ മോക്ക്? അപ്പൊ അത് കൃത്യമാവണം മോളെ, കേട്ടോ. അപ്പൊ കുഞ്ഞിന് മനസ്സിലായോ പറഞ്ഞത്? അവള് പറഞ്ഞല്ലോ, മനസ്സിലായില്ല എന്ന് പറഞ്ഞു. സത്യം മക്കളെ. ആ അത് മതി. അത് വേണ്ട. അത് തന്നെ. കൊച്ച് മനസ്സിലായോ? പിന്നെ മക്കളിൽ നിന്ന് പാടുന്ന കാണാൻ നല്ല ചന്തമാടാ കേട്ടോ. ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നല്ല ഡ്രസ്സ്, നല്ലൊരു ചുങ്കിടി ചിക്കിടി പിക്കാനി ആയിട്ടാ നിന്ന് പാടിയത്. ചിക്കാപ്പൂ പിക്കാച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, മക്കളെ, ഈ നമ്മുടെ ആങ്കർ അടുത്ത് നിന്ന് ചിരിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടും. നീ ഒരു സംഹാര രുദ്ര താണ്ഡവമാടും. അതൊന്ന് പാടിക്കേ. ഓ, ഈ ഡ്രസ്സിൽ ഞാൻ എങ്ങനെ താണ്ഡവമാടും? വെരി ഗുഡ്, വെരി ഗുഡ്. അതിലെ വേനൽ കാറ്റ്. വേനൽ കാറ്റു പാടുന്ന പന്തം പോ, മോളെ അല്ലേ? ഏത് രാഗം മോളെ അത്? ഏതാണ്? ഏതാണ്? കൊച്ചനുജനോ? സിന്ധു ഭൈരവി. അപ്പൊ അതിലുള്ള നോട്ടി വേണ്ട തുടങ്ങാൻ. ധാര എന്ന് പറഞ്ഞാൽ സിന്ധു ഭൈരവിലുണ്ടോ മോളെ? അത്
പക്ഷേ പ്രയോഗിക്കാം. ആ രാഗത്തിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതറിയാമോ മോക്ക്? സിന്ധു ഭൈരവിക്ക് ഏത് നോട്ട് വേണമെങ്കിലും നമുക്ക് എക്സ്ട്രാ പാടാം, അതിൻ്റെ കളർ വിടാണ്ടിരുന്നാൽ മതി. അതെ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ നോട്ടിൽ നിന്നാണോ തുടക്കം? താനീ ആണോ? ആണോ? താപാദാന്നല്ലേ? താരി ഏതാണെന്ന് കൃത്യമായിട്ട് പറ. അത് വലുതാ അത് വലിയ മധ്യമവും ചെറിയ ദൈവതവുമാണ് മോളെ. അത് പദ വേനൽ ആണോ? വേനൽ ആണോ? വേനൽ ഇല്ല മോളെ, അത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല മോളെ. ഒന്ന് നോക്കിയോളാം കേട്ടോ. കാര്യം ഈ രാഗത്തിന് അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇത് അങ്ങനെ ആണോ എന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ എന്ന് തുടങ്ങും. നമ്മൾ പെട്ടെന്ന് അത് ശുഭമന്ത്രാളിയാണോ മോള് പാടുന്നത് നമുക്കൊരു ഡൗട്ട് വരും. പിന്നെ നിഷാദമൊക്കെ കേട്ട് നമ്മൾ അവരുടെ ജോലിസൻ്റെ അടുത്തൊക്കെ ചോദിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ചോദിച്ചത്. വേനൽ മാത എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് കയറിപ്പോടാ. വേനൽ അല്ലെ? വേനൽ സിമ്പിൾ. ഓക്കെ മോളെ, അത് എന്തെങ്കിലും അത് മോള് നോക്കിക്കോളാം, ക്രോസ് ചെക്ക് ചെയ്തേക്കാം. ഉടയാടയ്ക്ക് അതൊന്ന് പാടാമോ? ഉടയാടയ്ക്കു തീ പിടിച്ച പോലെരിയുന്നു പകൽ, തീരി നീനി പകൽ അടുത്തത് ചെങ്കനലാകുന്നു. ചെങ്കനലാകുന്നു സൂര്യൻ. ഇപ്പോഴാണ് ചെങ്കനലായത്. അത് കുറച്ചുകൂടെ ശക്തിക്ക് പാടണം കേട്ടോ, അത് തളർന്നു പോരുത്. കൊള്ളാം മകള്, മകളെ. അതുപോലെ 14 14 14 തായ് 14 അത് കൃത്യമായിക്കോളാം മോളെ കേട്ടോ. അതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ബാക്കി നല്ലതായിരുന്നു, നല്ല രസമായിട്ട് തന്ന്. ഇത് ആരാ കുഞ്ഞിന് സെലക്ട് ചെയ്ത് തന്നത്? ഇത് ഞാനും അച്ഛനും അമ്മയും എല്ലാരും കൂടെ ഒരു കുടുംബ സംഗമമായിരുന്നു. അത്രേ ഉള്ളടാ. അപ്പൊ ഇത് കുറേ കൂടെ മക്കളെ ഈ പറഞ്ഞ കാര്യങ്ങള് കുറച്ചും കൂടെ ശ്രദ്ധയോടെ പാടിയാൽ കിടക്കാച്ച്. കാര്യം ഈ കുഞ്ഞുങ്ങൾ വന്ന് നീ കവിതയൊക്കെ എടുത്ത് പാടുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം മോളെ. റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക മോളെ, നീ ഒരു സംഭവം കേട്ടോ. താങ്ക് യു സർ. ഇതും ഭയങ്കര വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഉറപ്പായും ധ്രുവ ഭയങ്കര വേഴ്സ്റ്റൈൽ സിംഗർ. ഭയങ്കര വേഴ്സ്റ്റൈൽ സിംഗറാണ്. കാരണം ഞാൻ ഇത് ഇത്രയും ഗ്രേസ്ഫുൾ ആയിട്ട് ഇത് പാടുന്ന ഞാൻ വിചാരിച്ചില്ല. അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. പിന്നെ ഈ പറഞ്ഞ ഇത് എല്ലാവരും ഇത് തന്നെ എഴുതി വെച്ചിരിക്കണം. ഓർക്കുന്നു ഞാൻ, സംഹാര രുദ്രയായി, വേനൽക്കാറ്റ്, തീ പിടിച്ച പോലെ ഇരുന്ന് പകൽ, 14 എല്ലാം എല്ലാവരും സെയിമാണ് എഴുതി വെച്ചിരിക്കണം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു കവയിത്രിയുടെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇത് കാരണം അത് പ്രോപ്പറായിട്ട് പറഞ്ഞില്ലെങ്കിലേ അത് ശരിയാവില്ല. അത് നല്ല രസമുണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് അത് പാടുന്നത് കേൾക്കാൻ കേട്ടോ. അപ്പൊ അഗൈൻ ഇത് നമുക്ക് നമ്മുടെ ഇടയിൽ മറ്റൊരു വേഴ്സറ്റൈൽ സിംഗർ കൂടെ വളർന്നു വരുന്നുണ്ട്. അതാ താങ്ക് യു കേട്ട അവളാണിത് പാടി. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയായിരുന്നു, ഈ പടത്തിന്റെ ഓപ്പണിംഗ് ആണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. അത് ആ ഒരു കാലഘട്ടം, ഇപ്പൊ ഈ 2000 നരസിംഹ എഴുതിയത് പിന്നെ വന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ്സ് ഇങ്ങനെ കാണിക്കുമ്പോൾ ബാക്ക് ഡ്രോപ്പിൽ ഇങ്ങനെ, അതും ഫിലിമിൽ ഷൂട്ട് ചെയ്തത്. ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആണല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സാധനം എടുത്തിട്ടാണല്ലോ ഇരിക്കുക ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഫിലിമിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. അത് വിനീതൊക്കെ ഒരു പരിധിവരെ ഫിലിമിൽ മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നിന്നതാ. പലരും ഡിജിറ്റലിലേക്ക് മാറിയ സമയത്തും വിനീത് ഫിലിമിൽ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ആ ഫിലിം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം ഇന്ത്യന്നേ പോയി. അതോടുകൂടി ആണ് ഇഷ്ടമില്ല അല്ലെങ്കിൽ മനസ്സോടെയാണ് ഡിജിറ്റലിലേക്ക് മാറിയത്. ഓഫ് കോഴ്സ് ഡിജിറ്റലാകുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് ഭയങ്കരമാണ്. പക്ഷെ ഫിലിമിൽ കിട്ടുന്ന ഒരു സംഭവം, ഇപ്പം നമ്മൾ ഈ സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ക്രാക്സ് ഒക്കെ നമ്മൾ കാണില്ല. സിനിമ അതൊക്കെ ഭയങ്കര റിയൽ
രസമാണ് അതൊക്കെ. അപ്പം ഞാൻ ആ കാലഘട്ടമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ആ നരസിംഹത്തിൻ്റെ ആ ഓപ്പണിങ്ങും പിന്നെ ആ സിനിമ, അത് എല്ലാം ഒരു ഗംഭീര സിനിമ. അത്രേ ഉള്ളൂ മോളെ. അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു കേട്ടോ മോളെ. താങ്ക് യു സർ. നന്നായിട്ട് പാടി. ഗോഡ് ബ്ലെസ്. ചേട്ടാ ധ്രുവ, എന്തോ ആസ് യൂഷ്വൽ സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. നല്ല സോങ് മോളെ. പറഞ്ഞ പോലെ ഒരു കവിത, അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സോങ് കൂടി ആകുമ്പോഴത്തേക്കും എൻജോയബിൾ ആണ്. പിന്നെ ഇതെന്താ പറയുക, നരസിംഹത്തിന്റെ ഇപ്പൊ എന്താ പറയുക, ഇപ്പോഴത്തെ സിനിമകളാണെങ്കിൽ ഒരിക്കലും ഒരു കവിത കൊണ്ടുപോയി ഒരു മാസ് പടത്തിന്റെ ഫ്രണ്ടിൽ വെക്കില്ല, അങ്ങനെ ചിന്തിക്കില്ല ആരും. അതെ, അങ്ങനത്തെ ഒരു ചിന്ത പോലും ഡയറക്ടറോ അല്ലെങ്കിൽ അതിന്റെ ടീമോ ചെയ്യില്ല. ഇത് നരസിംഹം പോലത്തെ ഒരു മാസ് ക്ലാസ് പടത്തിൽ തുടങ്ങുന്ന ഒരു കവിതയില, പിന്നെ ഒരു പോക്കാ പടം വേറെ ലെവലിലേക്കാണ് പോകുന്നത്. നരസിംഹമൊക്കെ ആക്ച്വലി റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കത്തും തിയേറ്ററിൽ. അതെ, ചോട്ടാ മുംബൈ തന്നെ ഇറക്കിയിട്ട് ഇപ്പം. അതെ. അപ്പൊ മോളെ എല്ലാം ശരത്തേട്ടനും ഷാനിക്കയും പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സംഹാര രുദ്രയായി. പിന്നെ സിന്ധു ഭൈരവി ആയിരുന്നു എനിക്ക് ഇത്ര വർക്കാവാതെ. ലാസ്റ്റത്തെ സ്റ്റാൻസ വേനൽക്കാറ്റ്, അത് ഫസ്റ്റ് നോട്ട് തന്നെ താരേ അതോ നാരേ അതാണോ മനസ്സിലായില്ല. പിന്നെ അന്തിമങ്ങുന്ന ദൂരെ ഒന്ന് പാടാവോ? ചെങ്കനലാകുന്നു സൂര്യൻ, അതൊക്കെ അടിപൊളിയാ. പിന്നെ എന്തിനെന്നമ്മേ നീ നിൻ അന്ധമാം മിഴി മാത്രം പാടിയാ മതി. അല്ലേ നോട്ട്? അന്ധമാം അത് കിട്ടിയല്ലോ, ഓൾമോസ്റ്റ് മനസ്സിലായോ? കറക്റ്റാ പാടുന്നേ. ഒന്നൊരു ട്രൈ ചെയ്തോ. അത് ഓപ്പൺ ചെയ്ത് പാടിക്കോ. മെന്റൽ ബ്ലോക്ക് ഒതുക്കണ്ട. അന്ധമാം എന്തിനെന്നമ്മേ നീ നിൻ അന്ധമാമിഴി നീട്ടി പൂട്ടി വായിക്കുന്നു ഗാഢശോകരാമായണം. നൈസ്. അതൊക്കെ ഓക്കെയാടാ, അതൊക്കെ ഓക്കെ ആയിരുന്നു. ലാസ്റ്റ് പിന്നെ അത് മെന്റൽ ബ്ലോക്ക് എന്ന് പറയുമ്പോ സ്പോട്ടിലെ മെന്റൽ ബ്ലോക്ക് എടുത്ത് മാറ്റി. തൊണ്ടയ്ക്കല്ല മണ്ടയ്ക്കാ പ്രോബ്ലം എന്ന് മനസ്സിലായില്ല. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു മോളെ. പിന്നെ ലാസ്റ്റ് വനവാസം കഴിയാറായി, അത് മാത്രം പാടിയാൽ മതി. വനവാസം അങ്ങനെയല്ലേ? പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ മോളെ, അതെ, ഈ രാഗത്തിന്റെ ഒക്കെ നമ്മള് പഠിച്ചു കഴിഞ്ഞ ഇതൊക്കെ പറ്റും. ഇതൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്നത്. കർണാട്ടിക് പഠിക്കുന്നുണ്ടായിരുന്നു, ഹിന്ദുസ്ഥാനി എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടായിരുന്നു. അത് പറ്റില്ല, ഷോയിന് വരുന്നോണ്ട് അതൊക്കെ നിർത്തിയെന്ന്. പോവാൻ പറ്റുന്നില്ല. അല്ല മോളെ, അതൊക്കെ ചെയ്യണം, നമുക്ക് പറ്റണം, അതൊക്കെ പറ്റും. അതിനനുസരിച്ച് മാനേജ് ചെയ്ത് ക്ലാസ് മിസ് ചെയ്യാതെ കൊണ്ടുപോകണം. ഇപ്പൊ ഏതുവരെ പഠിച്ചു ധ്രുവ? ഞാൻ സത്യം പറഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ തന്നെ നിർത്തി. സപ്തസ്വരം പഠിച്ചു കഴിഞ്ഞാൽ സാറിന് പറഞ്ഞു, ഇനി ഞാൻ സൂപ്പർ സ്റ്റാറിൽ കുറച്ച് തിരക്കിലാണ് സാർ. സാർ പ്രാക്ടീസ് ചെയ്തു. കണ്ടിന്യൂ ചെയ്യാം മോളെ. ഇതൊക്കെ നമുക്കപ്പൊ സിമ്പിൾ ആയിട്ട് പറ്റും, മനസ്സിലാവും മക്കളെ. അത് നമ്മൾ പഠിക്കുന്നതുകൊണ്ടുള്ളത് നമുക്ക് ഡൂസ് ആൻഡ് ഡോൺസ് മനസ്സിലാവും. രാഗങ്ങളിൽ എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് പാടാൻ പറ്റും. മറ്റേ നമുക്ക് ഏതാന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ വരുമ്പോൾ അത് ക്ലീൻ ആയിട്ട് പഠിക്കുക. സരി ഗ പദ സദ മഗരി സരി മ പദ സദ പ മരി സരി ഗ മ പദ നി സ നി ദ പ മഗരി സ. ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പാടിക്കൂടെ, ഏത് വന്നാ എന്ത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നല്ല പെർഫോമൻസ്, കീപ് ഗോയിങ്. ആ ഒരു പേസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, അപ്പൊ ഗുഡ് കമന്റ്സ് അല്ലേ? ശരത് സർ, ധ്രുവ മോളുടെ മാർക്ക്? ധ്രുവമോക്ക് ഞാൻ 8.5 മാർക്സ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക? ഞാനൊരു 8.8. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ? നല്ല മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 17.3. ഓക്കെടാ, ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ ധ്രുവ മോളുടെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്.
അടുത്ത എപ്പിസോഡിൽ നല്ല പാട്ടുകൾ, നല്ല റൗണ്ട്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്. ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ഓക്കെ.